ഹലോ, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഓർക്കാപ്പുളി ഉപ്പിലിട്ടതും ചമ്മന്തിയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഉപ്പിലിടുന്ന ഒരു രീതി ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെയുണ്ട് സൂപ്പറാ. ഞാനല്ല ഉണ്ടാക്കിയത്, സൂപ്പറല്ലാതെ. അപ്പം എന്നാലേ കുറച്ച് ഓർക്കപ്പുളി പറിക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഇതാ ഓർക്കാപ്പുളി ഫുള്ളും കഴുകി എടുത്ത ശേഷം ഇതാ നീളത്തിന് ഇതുപോലെ അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പം ഓർക്കാപ്പുളി ഫുള്ളും ഞാൻ അരിഞ്ഞു കഴിഞ്ഞു. ഇനി അതുപോലെ പച്ചമുളക് ഇതേപോലെ നീളത്തിന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ അത് ഓർക്കാപ്പുളി പച്ചമുളക് അരിഞ്ഞു കഴിഞ്ഞു. ഇനി ഉപ്പാണ് ഇട്ടെടുക്കണത്. ഉപ്പ് ആവശ്യത്തിന് ഇട്ടെടുത്തോളൂ കേട്ടോ. പിന്നെ തിളപ്പിച്ചറിയാം ഇളം ചൂട് വെള്ളമാണ് കേട്ടോ ഒഴിച്ചെടുത്തത്. നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയ ശേഷം പിന്നെ സുർക്ക ഒഴിച്ചെടുത്തിട്ടോ. സുർക്ക ആവശ്യത്തിന് ഒഴിച്ചെടുത്തോളൂ. ഞാൻ ഇതിൻ്റെ പകുതി ഒഴിച്ചെടുത്തിട്ടോളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. പിന്നുണ്ടല്ലോ, നമ്മൾ ഈ ഉപ്പിലിട്ടതൊക്കെ ഇടയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മളെ പള്ളൻ്റെ ഉള്ളിലുള്ള ചീത്ത ബാക്ടീരിയ ഒക്കെ ഉണ്ടല്ലോ, അതങ്ങോട്ട് ചത്തു പോയിക്കോട്ടോ. പിന്നെ അതൊക്കെ കുപ്പിയിലാക്കി കൊടുക്കാണ്ട് ഇനി. അപ്പോൾ അതൊക്കെ കുപ്പിയിലാക്കി വെക്കാനിട്ട് ഇനി. പിന്നെ വലിയ പണിയൊന്നുമില്ല. ഓർക്കാപ്പുളി ഉണ്ടായാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി വെക്കട്ടോ. പിന്നെ ഇത്രേ ഉള്ളൂ പണി. ഒരു പണിയില്ല. കുറച്ച് വെള്ളം തിളപ്പിക്കുക, ഉപ്പിട്ട് കൊടുക്കുക, മുളകിട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ സൂപ്പറല്ലേ. അപ്പം നിങ്ങൾക്ക് ചമ്മന്തി കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് ചമ്മന്തി ഉണ്ടാക്കാനായിട്ടേ നമ്മൾ മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് 3 ഓർക്കാപ്പുളി ഇട്ടെടുത്ത്, പിന്നെ ചിരകി വെച്ച തേങ്ങ ഇട്ടെടുത്തത്, പിന്നെ പച്ചമുളക് ഇട്ടെടുത്ത്, പിന്നെ നമ്മളെ കണ്ടത്തിലൊക്കെ കാണുന്ന ഈ മല്ലിച്ചപ്പ് ഉണ്ടാവുമല്ലോ, നമ്മളെ കണ്ടത്തിൽ തൊടുവിലൊക്കെ കാണുന്ന ആ മല്ലിച്ചപ്പാണ് ഇട്ടെടുത്തത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ മല്ലിച്ചപ്പ് ഇട്ടെടുത്താലും നല്ലതാണ്. പിന്നെ ഉപ്പിട്ടെടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് അരച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടോ. ഇനി പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ കണ്ടില്ലേ, സൂപ്പറല്ലേ, ഈസിയാണ് കേട്ടോ, വളരെ ഈസിയാണ്. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. പിന്നെ നമ്മളെ ചമ്മന്തി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഒരു കാര്യം മറന്നത്. അപ്പോൾ ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാൻ മറന്നു പോയിന്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ചേർക്കുകയാണ് കേട്ടോ. ഒന്നും കൂടി ഞാൻ എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത ശേഷം ഒന്നും കൂടി അരച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങല്ലേ, ചമ്മന്തി ഇല്ലേ, അത് പിന്നെ ഇതിലേക്ക് തന്നെ ചേർത്ത് പിന്നെ ഒന്നും കൂടി അരച്ചെടുക്കുകയാണ് കേട്ടോ. വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ചതിന് ശേഷം പിന്നെ ഈ അരച്ചെടുക്കുകയാണ്. ഇപ്പോഴാണ് നമ്മൾ ചമ്മന്തി സൂപ്പറായത് കേട്ടോ. ഇപ്പോഴും നല്ല ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം.